ഗുഡ് ഈവനിങ്. നമ്മൾ എടുക്കാൻ പോണത് ഹിസ്റ്ററിയുടെ ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് 2-3 ദിവസമായിട്ട് നമ്മൾ എടുത്തു തുടങ്ങിയത്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ദേശീയത, വാട്ട് ഈസ് നാഷണലിസം, എന്താണ് ദേശീയത, വാട്ട് ഈസ് നാഷണലിസം, അതിനെ പറ്റി പഠിച്ചു. രണ്ടാമത് പഠിച്ചത് നമ്മൾ സോഷ്യൽ റിഫോമേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കന്മാരുടെ പറ്റിയിട്ട് പഠിച്ചു. അവരെന്തൊക്കെ മാറ്റങ്ങളും എങ്ങനെയൊക്കെയാണ് ദേശീയത കൊണ്ടുവരാൻ സഹായിച്ചത് എന്നുള്ളതും നമ്മൾ പഠിച്ചു. പിന്നെ മൂന്നാമത് നമ്മൾ പഠിച്ചത് പ്രസ് എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതും ദേശീയത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതും എന്നുള്ളത് നമ്മൾ പത്രം മുഖേന പഠിച്ചു. പത്രം ആരൊക്കെ ഇറക്കി, അതായത് കുറേ നാഷണൽ ലീഡേഴ്സ്, ദേശ നേതാക്കന്മാർ, അവരും പഠിച്ചു. പിന്നെ അവരിറക്കിയ പത്രങ്ങളുടെ പറ്റിയിട്ടും പഠിച്ചു. നാഷണൽ ലീഡേഴ്സിനെ പറ്റി പഠിച്ചു, അതായത് നേതാക്കളുടെ പറ്റിയിട്ട് അവർ ഏതൊക്കെ പത്രങ്ങൾ ഇറക്കി അതിൻ്റെ പറ്റിയിട്ട് പറഞ്ഞു. റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക പത്രങ്ങളുടെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ. എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ദേശീയതയും എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. എഡ്യൂക്കേഷൻ മുഖേന എങ്ങനെയാണ് ദേശീയത വരുന്നത് എന്നുള്ള വിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ. എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസം എങ്ങനെയാണ് ദേശീയത കൊണ്ടുവരുന്നത്, അതായത് നാഷണലിസം കൊണ്ടുവരുന്നത് എന്നുള്ള വിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ വളരെയധികം ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചു. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ചെറിയ ഒരു നോട്ട് എഴുതുക, ചെറിയൊരു കുറിപ്പ് എഴുതുക. അത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ട്, വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആൻസർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടിയും എളുപ്പമാവും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ദേശീയത, നാഷണലിസം എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സഹായിച്ചത് നാഷണലിസത്തിന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു ചെറിയൊരു നോട്ട്, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കണക്ട് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ആദ്യം ഒരു 3 റിഫോമേഴ്സ്, പരിഷ്കർത്താമാരുടെ 3 ആൾക്കാരുടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അതൊന്ന് നോക്കാം ഇവരെന്താണ് പറഞ്ഞേക്കണേ എന്ന്. രാജാ രാം മോഹൻ റോയ്, ആദ്യത്തേത് രാജാ രാം മോഹൻ റോയ് ആണ് പറയുന്നത്. If the Indians get proper education, they will gain due respect from everyone. If the Indians get, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും അതിൻ്റെതായ റെസ്പെക്ട്, ആദരവ് കിട്ടും. ദേ വിൽ ഗെയിൻ ഡ്യൂ റെസ്പെക്ട് ഫ്രം എവ്രി വൺ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് വിദ്യാഭ്യാസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ആദരവ് കിട്ടും, അതായത് ഇന്ത്യൻസിന് ആദരവ് കിട്ടും. അത് ഇപ്പോഴായാലും അങ്ങനെ തന്നെ. നിങ്ങളൊരു വിദ്യാഭ്യാസം, നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡിൽ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അത് അന്നായാലും ഇന്നായാലും നാളെ ആയാലും ഈ വാക്യങ്ങൾ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കും. അപ്പൊ രാജാ രാം മോഹൻ റോയ് പറഞ്ഞത് ശരിയായ രീതിയിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ ആദരവ് കിട്ടും. രണ്ടാമത്തത് കേശവ് ചന്ദ്ര സേൻ ആണ് പറഞ്ഞേക്കുന്നത്. കേശവ് ചന്ദ്ര സേൻ പറഞ്ഞേക്കുന്നത് if both the rich and the poor get enough education, they will be able to fight unitedly against all type of atrocities and cruelties meted out to them. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ കടന്ന ആക്രമണം. ഏത് കടന്ന ആക്രമണങ്ങളും അവരുടെ മുകളിൽ വരികയാണെങ്കിൽ, ഏത് ക്രൂവാലിറ്റീസ് മീൻസ് ക്രൂരത വരികയാണെങ്കിലും, പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള കടന്ന ആക്രമണങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ക്രൂരതകൾ ഉണ്ടായാലും എല്ലാവരും കൂടി യുണൈറ്റഡ് ആയിട്ട്, ഏകമായിട്ട് എല്ലാവരും യോജിച്ച് അതിൻ്റെ വിരുദ്ധം ചെയ്യാൻ പറ്റും, അതിനെ എഗെയിൻസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെ നിർത്തി പോകാൻ പറ്റും എന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സേൻ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരുന്നത് വീരശൈലംഗമാണ് പറഞ്ഞത്. ദ എഡ്യൂക്കേഷൻ ആർ ദ സ്പോക്സ്മാൻ ഓഫ് ചേഞ്ചസ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ് ജനങ്ങളുടെ ഇടയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ദ എഡ്യൂക്കേഷൻ ആർ ദ സ്പോക്സ്മാൻ ഓഫ് ചേഞ്ചസ്. വിദ്യാഭ്യാസമാണ് മാറ്റങ്ങളുടെ വക്താവ് എന്ന് പറഞ്ഞത്
വീരശൈലംഗമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 നമ്മൾ കണ്ടു ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത്. ഇനി താഴെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ. ഐഡന്റിഫൈ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ്റെ 3 പോയിന്റുകൾ 3 മാർക്കിൻ്റെ വരികയാണെങ്കിൽ താഴെയുള്ള 3 പോയിന്റുകൾ എഴുതി വെക്കുക. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്, ദേശീയത ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എഴുതുക. ആ 3 റിഫോമേഴ്സ് മുകളിൽ പരിഷ്കർത്താക്കന്മാർ പറഞ്ഞ വാക്കുകളാണ് താഴെ 3 എഴുതേണ്ടത്. അത് ഷോർട്ടായിട്ട് തന്നിട്ടുണ്ട്. ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് ആരാണ് പറഞ്ഞേക്കുന്നത്? വീരശൈലംഗമാണ് പറഞ്ഞേക്കുന്നത്. ടു മെയിൻറ്റെയിൻ യൂണിറ്റി, ഐക്യം കൊണ്ടുവരാൻ പറ്റും. ഇത് പറഞ്ഞേക്കുന്നത് കേശവ് ചന്ദ്ര സെനാണ് പറഞ്ഞേക്കുന്നത്. 3 ദേ ഒബ്റ്റെയിൻ റെസ്പെക്ട്, എല്ലാവർക്കും ആദരവ് കിട്ടും. രാജാ റാം മോഹൻ റോയ് പറഞ്ഞത്. ഈ 3 നിങ്ങൾ എഴുതി വെക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. പോയിന്റ് വൈസ് പോയിന്റ് പഠിച്ചാൽ മതി. ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയത്, എങ്ങനെയൊക്കെയാണ് ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയത് എന്നുള്ളതാണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. ദേ ഇമ്പാർട്ട് സെക്കുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അവിടെ നിന്നാണ് എസ്റ്റാബ്ലിഷിംഗ് മാർക്ക് ചെയ്യേണ്ടത് സെക്കുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സെക്കുലർ, മതേതര. സെക്കുലർ മീൻസ് ഏത് മതക്കാർക്ക് വേണമെങ്കിലും വിദ്യാഭ്യാസം നേടാം. അതിനാണ് സെക്യുലർ എന്ന് പറയുന്നത്, മതേതരം എന്ന് പറയുന്നത്. സെക്കുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ, സമൂഹത്തിലുള്ള എല്ലാ സെക്ഷനുള്ള ആൾക്കാർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ളതാണ് എടുക്കേണ്ടത്. സെക്കുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ഓരോ വിഭാഗക്കാർക്കും സെക്യുലർ എഡ്യൂക്കേഷൻ നൽകുക, മതേതര വിദ്യാഭ്യാസം നൽകുക. ഏത് മതക്കാരായാലും അവർക്ക് തുല്യ അവകാശം പഠനത്തിന് വേണ്ടി. അതിനുവേണ്ടി തുടങ്ങിയ വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1884 ഇൻ പൂനെ. പൂനെയിലാണ് ഡെക്കൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അവിടുന്ന് മാർക്ക് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് പോയിന്റ് 1 വെച്ചിട്ട് മാർക്ക് ചെയ്യുക. പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അത് ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ട് ഇൻ 1884 ഇൻ പൂനെ ബൈ ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക് ആൻഡ് മാധവ് ഗോവിന്ദ് റാണ്ഡെ വാസ് വൺ ഓഫ് ദ such educational institution established with nationalist perspectives. ദേശീയതയുടെ കാഴ്ചപ്പാടോടുകൂടി തുറന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് 1884 തുടങ്ങിയത്, പൂനെയിലാണ് തുടങ്ങിയത്. ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക്, മഹാദേവ് ഗോവിന്ദ് റാണ്ഡെ, ഇത്രയും ആൾക്കാരും കൂടിയിട്ട് തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടം വരെ മാർക്ക് ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ദേശീയതയുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ വരാൻ പോണ ഒരു തലമുറയിൽ ദേശീയത പടർത്തിണ്ടാക്കുക. ആ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ കേന്ദ്രം എന്തിനാണ് തുടങ്ങിയേക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ കൂടി ഈ വാക്കുകൾ എഴുതി വെക്കുക. The founders were well aware that education was inevitable in the social, economic and cultural progress of the country. ഫൗണ്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥാപിച്ച ആൾക്കാർ. ഈ സ്ഥാപിച്ച ആൾക്കാർക്ക് നല്ലോണം അറിവുണ്ട്. ഈ വിദ്യാഭ്യാസം മുഖേന സാമൂഹിക, സാമ്പത്തികയും പിന്നെ സാംസ്കാരിക രൂപത്തിലും നമ്മുടെ രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് സോഷ്യൽ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി തൊട്ട് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരൊക്കെയാണ് കണ്ടെത്തിയത്. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് നിങ്ങളോട് ഉദ്ദേശം, എന്ത് ഉദ്ദേശത്തോടാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് ആണ് പേജ് നമ്പർ 92. പേജ് നമ്പർ 92 നമ്മൾ എടുക്കാം. സ്വദേശി മൂവ്മെന്റ്. നെക്സ്റ്റ് ആണ് സ്വദേശി മൂവ്മെന്റ് വിച്ച് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905 influence to found many education institution. ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതായത് സ്വദേശി പ്രസ്ഥാനം എപ്പോഴാണ് തുടങ്ങിയത്?
അത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സ്വദേശി പ്രസ്ഥാനം എപ്പോഴാണ് തുടങ്ങിയത്? സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയത് ബംഗാളിനെ വിഭജിച്ചപ്പോൾ, ഇന്ത്യയിൽ നിന്ന് ബംഗാളിനെ വിഭജിച്ച് അത് വേറൊരു രാജ്യമാക്കി മാറ്റി 1905. അപ്പോൾ അത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ വെക്കേണ്ടോ. സ്വദേശി മൂവ്മെന്റ് തുടങ്ങിയത് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിന്റ്. D.K. Karve started the first Indian women university in Maharashtra in 1960. 1960 D.K. Karve ആണ് ആദ്യത്തെ വിമൻ യൂണിവേഴ്സിറ്റി, വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ തുടങ്ങിയത് 1916. അത് രണ്ടാമത്തെ പോയിന്റ്, അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഹി വാസ് മോട്ടിവേറ്റഡ് ബൈ ദ കോൺസെപ്റ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ ഹാഡ് എ പിവറ്റൽ റോൾ ഇൻ വിമൻ എംപവർമെന്റ്. സ്ത്രീകൾക്ക് പൂർണ്ണ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്ക് വിദ്യാഭ്യാസം നല്ല നിലയിൽ കിട്ടണം എന്നുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ആൾ ഇങ്ങനത്തത് തുടങ്ങിയത്. അവിടെ വരെയാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഫോളോയിങ് ദിസ്, അത് എഴുതേണ്ട ആവശ്യമില്ല. ഫോളോയിങ് ദിസ് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേ ഫൗണ്ട് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗത്തും ഇതിനെ ആസ്പദമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി. അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മാർക്ക് ചെയ്യാം. Their major objective were promotion of nationalism, opposition to social evils and rejection of Western education. ഇനി നെക്സ്റ്റ് മാർക്ക് ചെയ്യുക. Their major objectives were promotion of nationalism. ദേശീയത മുന്നോട്ട് കൊണ്ടുവരിക, opposition to social evils, സാമൂഹിക അനാചാരങ്ങൾ നിർത്തലാക്കുക, പിന്നെ റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പശ്ചിമ വിദ്യാഭ്യാസം നിർത്തലാക്കുക അല്ലെങ്കിൽ കൊണ്ടുവരാണ്ടിരിക്കുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയത്. അതും നിങ്ങൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ആണ് വിശ്വഭാരതി. വിശ്വഭാരതി കൊണ്ടുവന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതിന്റെ ഫൗണ്ടർ കൊണ്ടുവന്ന ആള് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. വിശ്വഭാരതി മൂന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. Vishwabharati, the university founded by the Rabindranath Tagore in Bengal, focused on universal brotherhood. അവിടെ വരെ മാർക്ക് ചെയ്യുക. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? യൂണിവേഴ്സൽ, ലോകം മുഴുവനും സാഹോദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഒന്നു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോകം മുഴുവനും സാഹോദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് വിശ്വഭാരതി എന്ന് പറഞ്ഞത്. വിത്ത് ദിസ് പിന്നെ എയിം, ഉദ്ദേശം, അത് ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേണും ഈസ്റ്റേണും സംസ്കാരം ഒന്നുകൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ആള് ഈ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയത്, വിശ്വഭാരതി വിദ്യാഭ്യാസം തുടങ്ങിയത്. അപ്പോൾ എയിം പഠിക്കാൻ മറക്കല്ലേ, ലക്ഷ്യം പഠിക്കാൻ മറക്കല്ലേ. അപ്പൊ അത് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ആണ് നാലാമത്തത്. എ ടീം ലെഡ് ബൈ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ ജാക്കിർ ഹുസൈൻ and M.A. Ansari founded the Jamia Millia Islamia in Agra. Jamia Millia Islamia ആഗ്രയിൽ തുടങ്ങിയത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയും ഡോക്ടർ ജാക്കിർ ഹുസൈനും M.A. അൻസാരിയുമാണ് കൊണ്ടുവന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം സ്ട്രെങ്തൻ നാഷണൽ മൂവ്മെന്റ് ത്രൂ സെക്കുലർ എഡ്യൂക്കേഷൻ. മതേതര വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം വെച്ചിട്ട് സ്ട്രെങ്തൻ നാഷണൽ മൂവ്മെന്റ്, ദേശീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് നമ്മളുടെ നാലാമത്തെ പോയിന്റ് ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് കേരള കലാമണ്ഡലം തുടങ്ങിയത്. എന്തുകൊണ്ടാണ് കേരള കലാമണ്ഡലം തുടങ്ങിയത് എന്ന് പറയുന്നതാണ് അടുത്തത് നമ്മൾ എടുക്കുന്നത്. കേരള കലാമണ്ഡലം ഇൻ ദ ചെറുത്തുരുത്തി. കേരള കലാമണ്ഡലം തുടങ്ങിയത് ചെറുത്തുരുത്തി ഗ്രാമത്തിലാണ്, വില്ലേജിലാണ്, തൃശ്ശൂർ. ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ആണ് ഇതിനെ സ്ഥാപിച്ചത്. ചെറുത്തുരുത്തിയിലാണ്, തൃശ്ശൂർ ചെറുത്തുരുത്തിയിലാണ് കേരള കലാമണ്ഡലം തുടങ്ങിയത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാരമ്പര്യമായിട്ട് കലകളെ നിലനിർത്തിക്കൊണ്ട് പോകുക. കാരണം നമ്മുടെ അവിടെ വെസ്റ്റേൺ കൾച്ചറാണ് കടന്നു പറ്റുന്നുണ്ടായിരുന്നു, അവരുടെ കലകളായിരുന്നു കടന്നു പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തടസ്സം വെക്കാനും നമ്മളുടെ കലകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂഷൻ
തുടങ്ങിയത്. അപ്പോൾ എയിം നിങ്ങൾ എഴുതേണ്ടത് ഇൻട്രഷൻ ഓഫ് വെസ്റ്റേൺ ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ റൂയിൻഡ് ഇന്ത്യൻ ട്രഡീഷൻ ആർട്സ്. വെസ്റ്റേൺ ആർട്ടും എഡ്യൂക്കേഷനും നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ടുള്ള കലകളെ നശിപ്പിക്കുകയായിരുന്നു. അതിനെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറും സംസ്കാരവും പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർട്ടുകളും കലകളും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങിയത്. അത് നമ്മുടെ 5ാമത്തെ പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് ആണ്, ഇൻ 1937 മഹാത്മാഗാന്ധി പ്രപ്പോസ്ഡ് എ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലാൻ. 1937 മഹാത്മാഗാന്ധി ഒരു പ്രത്യേക രീതിയിലുള്ള പഠനം കൊണ്ടുവന്നു. ദിസ് ഈസ് കോൾഡ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. ഇതിനാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങാൻ വേണ്ടി. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മീൻസ് തൊഴിൽ ആസ്പദമായിട്ടുള്ള പഠനം. അതായത് പഠനത്തിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു തൊഴിൽ നമ്മൾ സ്കിൽഡ് ആകുക, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ആ ഉദ്ദേശം കൊണ്ടാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഇപ്പോഴും ഉണ്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൃശ്ശൂരിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നത്. He thought that vocational training, aim ആണ് പറയുന്നത്. He thought that vocational training during education would help build up a good future. ആൾ വിചാരിച്ചു പഠനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളുടെ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനും പിന്നെ ബ്രിട്ടീഷേഴ്സിനെ എതിർക്കാനുള്ളതിനും ഉപകാരപ്പെടുമെന്ന്. അതായത് ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ ഭവിഷ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും സഹായിക്കും, പിന്നെ ബ്രിട്ടീഷേഴ്സിനെ എതിർക്കാനും അത് സഹായിക്കുമെല്ല ഉദ്ദേശം കൊണ്ടാണ് ആള് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ വരെ നമ്മുടെ എഡ്യൂക്കേഷൻ, ഏതൊക്കെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായി പഠിക്കുക. അവർ ഓരോ തിരിച്ചും മറിച്ചും ചോദിക്കും. എങ്ങനെ ചോദിക്കുകയാണെങ്കിലും പോയിന്റ് അനുസരിച്ച് പഠിക്കുക. പിന്നെ എയിം, ഉദ്ദേശവും പഠിക്കുക. പിന്നെ നിങ്ങളോട് എങ്ങനെയാണ് ദേശീയത, ഈ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ദേശീയത വളർത്താൻ സഹായിച്ചത് എന്നൊരു കുറിപ്പും നിങ്ങളോട് ചോദിക്കും. ഇനി നെക്സ്റ്റ് നൈ താലീമാണ്. നൈ താലീം എന്ന് പറഞ്ഞാൽ പുതിയ പഠന രീതി. അത് ബോക്സിലാണ്, അധിക പഠനമാണ്. പക്ഷെ ചില സമയത്തൊക്കെ എക്സാമിൽ അത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നൈ താലീം എന്നുള്ളത്. ഗാന്ധിജി പ്രപ്പോസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി റിലേറ്റഡ് ടു സം പ്രോസ്പെക്റ്റീവ് ഒക്കുപേഷൻ. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഉൽപാദന തൊഴിൽപരമാവണം. എന്തെങ്കിലും ഒരു പ്രൊഡക്ടിവിറ്റി രീതിയിൽ ഉൽപാദന തൊഴിലാവണം. അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ അത് ഉപകാരപ്പെടും. ആ ഉദ്ദേശത്തോടെയാണ് നൈ താലീം തുടങ്ങിയേക്കുന്നത്. He recommended free and compulsory education in mother tongue for all children between 8 and 14. 8 തൊട്ട് 14 വയസ്സുള്ളവർക്ക് ഫ്രീ ആയിട്ടും കമ്പൾസറി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള പഠനം കൊടുക്കുക. This perspective of education is known as നൈ താലീം. ഇതിനാണ് നൈ താലീം എന്ന് പറഞ്ഞത്. നൈ താലീം എന്ന് പറഞ്ഞാൽ പുതിയ വിദ്യാഭ്യാസം, പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം. In 1937, the Wardha Conference of the Indian National Congress appointed a committee. അതായത് 1937 വാർധയിൽ ഒരു കോൺഫറൻസ് നടന്നു. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഫറൻസ് ആണ് നടന്നത്. അതിനകത്ത് ഒരു കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഒരാളെ നിയുക്തി. അതാണ് ഡോക്ടർ ജാക്കിർ ഹുസൈൻ. ടു സ്റ്റഡി ദിസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ്റെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ഹെഡ്, തലവൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജാക്കിർ ഹുസൈനെ വെച്ചു. ഇതാണ് നൈ താലീം. അത് നിങ്ങൾ അധിക പഠനം എന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കല്ലേ, അത് പഠിച്ചു പോകുക. ചില എക്സാമുകളിൽ ഞാൻ അത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡിയാസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ. നിങ്ങളോട് ഈ ബോക്സ് ഇതേമാതിരി ചോദിക്കും, അല്ലെങ്കിൽ ഷഫിൾ ചെയ്തിട്ട് ചോദിക്കും. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും, പിന്നെ അതിൻ്റെ എയിം ചോദിക്കും. ചിലപ്പോൾ എയിം പറയും, എന്നിട്ട് നിങ്ങളോട് ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് മതേതരം. എന്താണ് മതേതരം ഉദ്ദേശിച്ചിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് സ്ഥാപനമാണ് തുടങ്ങിയത്? അപ്പോൾ അതിലാണ് ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ജാമ്യ മിലിയ ഇസ്ലാമിയ എന്നുള്ളത്. ജാമ്യ മിലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത്. ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തുടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് നാഷണലിസം, ദേശീയത കൊണ്ടുവരാനുള്ളത് ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. വിമൻ എംപവർമെന്റ്, സ്ത്രീകൾക്ക് അധികാരം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ദ ഇന്ത്യൻ വിമൻ യൂണിവേഴ്സിറ്റി.
അത് എഴുതുക. നെക്സ്റ്റ് നിങ്ങളോട് ഇന്റർനാഷണൽ അന്തർദേശീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വഭാരതി രവീന്ദ്രനാഥ് ടാഗോർ ആണ്. റൈവൽ ഓഫ് ട്രഡീഷണൽ ആർട്സ്, അതായത് നമ്മളുടെ ദേശീയ പാരമ്പര്യ കലകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളത് കേരള കലാമണ്ഡലമാണ്. അത് എഴുതി വെക്കുക. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ റൂൾ ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ഫോറിൻ റൂൾ ആൻഡ് വിദേശ ഭരണം, ജാതി വ്യവസ്ഥയും ഉള്ള അതിന് ആസ്പദമായിട്ട് ഏത് സ്കൂളാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായി പഠിക്കുക. അടുത്തത് എടുക്കേണ്ടത് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം ആണ്. അത് നമ്മൾ അടുത്ത ദിവസം എടുക്കാം. ഇത് നന്നായി പഠിക്കുക. ബൈ, ഹാവ് എ നൈസ് ഡേ.